ശശീകളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം. സുപ്രജ്യോത്സ്ന പുളകിതയാമിനി കുസുമിത ധ്രുവദല ശോഭിനി സുഹാസിനി സുമധുരഭാഷിണി. ഏരൂർ LP സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് സന്ധ്യ ബിനു അധ്യക്ഷത വഹിച്ചു. നമ്മൾ ഇനി സന്തോഷങ്ങളൊക്കെ അഭിമാനത്തോടെ ആഘോഷിക്കുമ്പോഴും നമ്മൾക്കുള്ളിൽ മറ്റൊരു പ്രയാസം കൂടി ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ കേരളത്തില് വയനാട്ടില് വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടായി. അപ്പോൾ നമ്മളെ പോലുള്ള ഒരുപാട് കുഞ്ഞു മക്കളും അമ്മമാരും ഗർഭിണികളും അടക്കമുള്ള ഒരുപാട് പേർ മരണപ്പെടുകയുണ്ടായി. കുറച്ചുപേരെ തിരിച്ചറിയാനുണ്ട്, കിട്ടാനുണ്ട്. ഈ ഒരു അവസരത്തിൽ നമുക്ക് വളരെ ഒരു പ്രയാസമാണ്. നമ്മുടെ കേരളം ഒന്നാകെ, നാട് ഒന്നാകെ ആ വയനാടിനെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കൈകോർക്കുന്ന ഈ ഒരു വേളയിൽ നമുക്ക് അതൊരു പ്രയാസമാണെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അതും നമ്മൾ വളരെ അഭിമാനത്തോടു കൂടിയും ആഘോഷത്തോടു കൂടിയും കൊണ്ടാടേണ്ടതാണ്. ഈ അവസരത്തിലെല്ലാം ഓർത്തുകൊണ്ട് ഈ ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനത്തിന് എല്ലാവിധ. തുടർന്ന് സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് B ആശ പതാക ഉയർത്തി കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഒരുപാട് ആളുകളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തി അവര് തങ്ങളുടെ ജോലികളെല്ലാം ചെയ്യിച്ചുകൊണ്ടിരുന്ന രാജ്യമായിരുന്നു അത്. അപ്പം അവിടെ എബ്രഹാം ലിങ്കൺ ഈ അടിമകൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു. അദ്ദേഹത്തിന്റെ സമരപരിപാടികളിലൂടെ നേടിക്കൊടുത്തു. അപ്പോ തന്റെ ജനത സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ അന്ന് വൈകുന്നേരം തന്റെ ജനങ്ങൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് എന്നറിയാനായിട്ട് എബ്രഹാം ലിങ്കൺ തെരുവുകളിലൂടെ നടന്നു. അപ്പോ ആളുകൾ പലതരത്തിൽ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നുണ്ട്. വർണ്ണങ്ങൾ വാരി വിതറുന്നുണ്ട്, ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, പല രീതിയിൽ അവര് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഒരു വൃദ്ധയായ സ്ത്രീ തന്റെ വടി ഇങ്ങനെ ചുഴറ്റിക്കൊണ്ടാണ് അവര് ആഹ്ലാദ നൃത്തം ചെയ്ത് ആ തെരുവിലൂടെ നടന്നു വരികയാണ്. അപ്പൊ ഈ സ്ത്രീയുടെ വടിയുടെ അറ്റം എബ്രഹാം ലിങ്കന്റെ മൂക്കിന്റെ അറ്റത്ത് വന്ന് അടി കൊണ്ടു. അപ്പോ അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വടി ചുഴറ്റുന്നത്? അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പൊ പറഞ്ഞു, സ്വാതന്ത്ര്യം കിട്ടിയതിന് എന്തിനാണ് ഇങ്ങനെ വടി ചുഴറ്റുന്നത്? അത് വടി ചുഴറ്റുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോ എബ്രഹാം ലിങ്കൺ പറയുന്നു, നിങ്ങൾക്ക് വടി ചുഴറ്റുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ വടി ചുഴറ്റുവാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്റെ മൂക്ക് ആരംഭിക്കുന്നിടത്ത് അവസാനിക്കുന്നു. എന്ന് വെച്ചാൽ എന്റെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടാത്ത ഒരു സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി രമാദേവി കുട്ടികൾക്ക് സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. നമ്മുടെ രാജ്യത്തിൽ ഇന്നത്തെ ഈ ദിനത്തിൽ 78ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യം വെച്ചിരിക്കുന്നത് നമ്മൾ 100ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് എന്നായിരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാമോ? എന്നായിരിക്കുമെന്ന്? 100ാമത് സ്വാതന്ത്ര്യ ദിനം നമ്മൾ എന്നായിരിക്കും ആഘോഷിക്കുക? എന്നായിരിക്കും? വർഷം കൂടി കഴിയുമ്പോ. അപ്പോ 100ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെ രാജ്യത്തെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക എന്നതാണ്. അപ്പോ അതിനൊക്കെ ആയിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂട്ടായ പരിശ്രമങ്ങൾ ആവശ്യമാണ്. നമ്മളൊരു വികസ്വര രാജ്യമായി മാറുക എന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ വരുമാനത്തിലുള്ള മാറ്റം വേണം. നമ്മുടെ രാജ്യത്തിന് എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാകണം. അതിന് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളായ നിങ്ങളുടെ മാറ്റമാണ് അതിനാവശ്യം. തുടർന്ന് കുട്ടികൾക്കൊപ്പം മറ്റ് അധ്യാപികമാർ ദേശഭക്തി ഗാനം ആലപിച്ച് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ജില്ലാ വിഷൻ കൊല്ലം.